പത്തനംതിട്ടയിൽ NGO അസോസിയേഷൻ യോഗത്തിൽ നേതാവിന്റെ ഭീഷണി പ്രസംഗം പുറത്ത്. സ്ഥലം മാറ്റങ്ങൾ തങ്ങളാണ് തീരുമാനിക്കുന്നതെന്നും നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് ജോലി ചെയ്യാമെന്ന് വിചാരിക്കേണ്ടെന്നുമാണ് ഭീഷണി. ജില്ലാ കളക്ടറോ കമ്മീഷണറോ അല്ല കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്നും വിനോദ് കുമാറിന്റെ പ്രസംഗത്തിൽ പറയുന്നു. മല്ലപ്പള്ളി താലൂക്ക് ഓഫീസ് യോഗത്തിലാണ് സംസ്ഥാന കമ്മിറ്റി അംഗം PS വിനോദ് കുമാർ ഭീഷണി പ്രസംഗം നടത്തിയത്. ആദ്യം ആ ശബ്ദ സന്ദേശത്തിലേക്ക്. 10 വർഷക്കാലം റവന്യൂ വകുപ്പ് കയ്യിൽ വെച്ചുകൊണ്ട് കേരളത്തിലെ മുഴുവൻ ജീവനക്കാരെയും NGO അസോസിയേഷന്റെ മെമ്പർഷിപ്പ് എന്നതിന്റെ പേരിൽ യോഗിച്ചുകൊണ്ടിരുന്ന ഒരു സംഘടനയാണ് ജോയിന്റ് ഹൗസ്. ഭരണമാറ്റം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഭരണമാറ്റം മല്ലപ്പള്ളി, ഞാൻ കഴിഞ്ഞ ദിവസം വന്നപ്പോഴും പറഞ്ഞു, മല്ലപ്പള്ളി താലൂക്കിൽ മാത്രം ഈ ഭരണമാറ്റം അറിഞ്ഞില്ല എന്നൊരു തോന്നലുണ്ട്. അത് വെറുതെ ഇവിടെ ആകാശം സൂചിപ്പിച്ചു. ഇവിടെ ആകാശ വർഷങ്ങളോളം ഇവിടുത്തെ NGO അസോസിയേഷന്റെ നേതൃത്വം വഹിക്കുന്ന ഈ മല്ലപ്പള്ളി താലൂക്കിന്റെ ഞങ്ങളുടെ നേതാവാണ്. അദ്ദേഹത്തിന് എന്തോ ഒലത്തിക്കളയാമെന്ന് ഈ ജോയിന്റ് കൗൺസിലുകാരും വിചാരിച്ചാൽ അതൊന്നും ഇവിടെ നടക്കില്ല. ഇവിടെ ഒരാളെ സ്ഥലം മാറ്റി 4-5 വർഷം കൊണ്ട് ഒരു ഓഫീസിൽ പേര് വിളിച്ചിരുന്ന ഒരാളെ സ്ഥലം മാറ്റി. അവർക്ക് അങ്ങോട്ടൊന്ന് പോകാൻ വയ്യ എന്ന് പറഞ്ഞ് അത് ഓർഡർ ക്യാൻസൽ ചെയ്യാൻ ജില്ലാ കളക്ടറെ കാണുമ്പോൾ ഇനി ജില്ലാ കളക്ടറല്ല, ഇനി കമ്മീഷണർ ആണെങ്കിൽ പോലും ഇവിടെ അത് നടക്കില്ല, അത് നടത്തി കൊടുക്കില്ല. അതാരും അതിൽ വെച്ചാൽ വെള്ളമൊന്ന് വാങ്ങിയാൽ മതി. അപ്പൊ ജില്ലാ കളക്ടറെ ഞങ്ങളോട് ചോദിക്കാൻ, NGO അസോസിയേഷനോട് ചോദിക്കാതെ ഈ ഓർഡർ ഒന്ന് ചുടമുണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്യട്ടെ. വിവരങ്ങളുമായി സുജു ടി ബാബു കൂടി ചേരുന്നുണ്ട്. സുജു, സംസ്ഥാന കമ്മിറ്റി അംഗം PS വിനോദ് കുമാറിന്റെ ശബ്ദ സന്ദേശത്തിന്റെ ഒരു ഭാഗമാണ് നമ്മൾ കേട്ടത്. എന്താണ് വിശദാംശങ്ങൾ? ഹരിനാരായണൻ, ഈ പ്രതിപക്ഷത്തിന്റെയും അതുപോലെ പ്രതിപക്ഷ സംഘടനയും സർവീസ് സംഘടനകൾ NGO യൂണിയൻ അടക്കം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ശരിവെക്കുന്ന തരത്തിലാണ് NGO അസോസിയേഷന്റെ സംസ്ഥാന നേതാവ് PS വിനോദ് കുമാറിന്റെ പ്രസംഗം. വിനോദ് ഇതിൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, ഭീഷണിപ്പെടുത്തുകയും മറ്റൊന്ന് എത്രത്തോളം ഈ ട്രാൻസ്ഫർ അടക്കമുള്ള സർക്കാർ ജീവനക്കാരുടെ കാര്യങ്ങളിൽ ഈ NGO അസോസിയേഷൻ, അതായത് ഭരണാനുകൂല കോൺഗ്രസ് അനുകൂല സംഘടന എങ്ങനെയാണ് ഇടപെടുന്നുള്ള കാര്യം കൂടിയാണ് വ്യക്തമാക്കുന്നത്. നമുക്കറിയാം, സംസ്ഥാനത്ത് സർക്കാർ ജീവനക്കാരുടെ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ നിരവധി ചട്ടങ്ങളുണ്ട്, അതിന് ചില സംവിധാനങ്ങളുമുണ്ട്. എന്നാൽ അതിനെയെല്ലാം മറികടന്നുകൊണ്ട് NGO അസോസിയേഷന്റെയും കോൺഗ്രസ് നേതാക്കളുടെയും കത്തുകളുടെയും അവരുടെ തിട്ടൂരമനുസരിച്ച് നടത്തുന്ന വലിയ ആക്ഷേപവും ആരോപണമുണ്ട്. അതിനെതിരെ സമരങ്ങളും സംസ്ഥാനത്ത് വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ തന്നെ ആരോഗ്യവകുപ്പിലെ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട് NGO യൂണിയനും അതുപോലെ ഈ താലൂക്ക് ഓഫീസിലെ യോഗത്തിൽ ഈ PS വിനോദ് എന്ന് പറയുന്ന NGO അസോസിയേഷന്റെ സംസ്ഥാന നേതാവ് പറയുന്നത്, നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് ജോലി ചെയ്യാമെന്ന് വിചാരിക്കേണ്ട. ജോയിന്റ് കൗൺസിൽ അംഗങ്ങൾക്ക് ആവശ്യമെങ്കിൽ NGO അസോസിയേഷനിൽ ചേരാം. മാത്രമല്ല, ജില്ലാ കളക്ടർ കമ്മീഷണറല്ല കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, ഈ നേതാവാണ് അല്ലെങ്കിൽ ഇവരുടെ NGO അസോസിയേഷനാണ് തീരുമാനിക്കുന്ന തരത്തിലാണ് പ്രസംഗം. അതായത് പ്രതിപക്ഷ സംഘടനകളിലെ അംഗങ്ങൾക്ക് വേണമെങ്കിൽ NGO അസോസിയേഷന്റെ ഭാഗമാകാം, അങ്ങനെയെങ്കിൽ ജോലി മുമ്പോട്ട് പോകാം, അല്ലെങ്കിൽ സുഖകരമായി മുന്നോട്ട് പോകാൻ പറ്റില്ലെന്ന തരത്തിലുള്ള ഭീഷണി തന്നെയാണ് ഈ NGO അസോസിയേഷൻ നേതാവ് പറയുന്നത്. അതായത് സംസ്ഥാനത്തെ ട്രാൻസ്ഫർ അടക്കമുള്ള എല്ലാ കാര്യങ്ങളിലും ഭരണാനുകൂല സംഘടന ഇടപെടുന്നു, അവരുടെ മേധാവിത്വം ഉറപ്പാക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുന്നു എന്നാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാനുള്ളത്. ശരി, സുജു ടി ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.